ഹായ് ഫ്രണ്ട്സ്, 2024 ജനുവരി മാസത്തെ പ്രധാന കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിത്. വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കുറച്ച് റിലേറ്റഡ് പോയിൻറ്സും പറയുന്നുണ്ട്. നോക്കാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെ? ഉത്തരം കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് പ്രധാനമന്ത്രി ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്തത്. കൂടാതെ ഡ്രൈ ഡോക്ക് എന്താണെന്ന് നോക്കാം. കപ്പലുകളുടെ അടിവശത്തോ ആ ഭാഗത്തുള്ള യന്ത്രസമുച്ചയങ്ങളിലോ ചോർച്ചയോ മറ്റു തകരാറുകളോ വന്നാൽ അവയെ കരയിലേക്ക് കയറ്റിവെച്ച് അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നതിനുള്ള ചട്ടക്കൂടിനെയാണ് മൊത്തത്തിൽ പറയുന്ന പേരാണ് ഡ്രൈ ഡോക്ക്. അടുത്ത ചോദ്യം: 2024 പുതുവർഷം ആദ്യം ആഘോഷിച്ച രാജ്യമേത്? ഉത്തരം കിരിബാത്തി ദ്വീപുരാഷ്ട്രം. കിരിബാത്തി എന്നത് ശാന്തസമുദ്രത്തിലെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപുരാഷ്ട്രമാണ്. ഇത് ക്രിസ്മസ് ഐലൻഡ് എന്നും വിളിക്കപ്പെടുന്നു. ഇവിടെയാണ് ആദ്യമായിട്ട് 2024 പുതുവർഷം ആഘോഷിച്ചത്. അടുത്ത ചോദ്യം: 2024 ദേശീയ സമ്മതിദാന ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഉത്തരം നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. ജനുവരി 25 ദേശീയ സമ്മതിദാന ദിനം. 1950 ജനുവരി 25 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ദിനത്തിൻ്റെ ഓർമ്മയായിട്ടാണ് നമ്മൾ ജനുവരി 25 ദേശീയ സമ്മതിദാന ദിനമായിട്ട് കൊണ്ടാടുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ? ഉത്തരം ഹവിൽദാർ പ്രീതി രജകാണ്. ഇവർ മധ്യപ്രദേശുകാരിയാണ്. അടുത്ത ചോദ്യം: രാജ്യത്താദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനമേത്? ഉത്തരം കേരളം. കേരളമാണ് രാജ്യത്താദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ചത്. അടുത്ത ചോദ്യം: ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യക്ക് 80ാം സ്ഥാനമാണ്. അടുത്ത ചോദ്യം: ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായുള്ള കേരള സർക്കാരിൻ്റെ ക്യാമ്പയിൻ്റെ പേരെന്ത്? ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിൻ്റെ ക്യാമ്പയിൻ്റെ പേരാണ് തന്മുദ്ര. ഇതിനോടൊപ്പം ഒരു വെബ്സൈറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരും തന്മുദ്ര എന്ന് തന്നെയാണ്. അടുത്ത ചോദ്യം: ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ ചലച്ചിത്രം? ദബാരി ക്യുരുവി. പ്രിയനന്ദനാണ് ഇതിൻ്റെ സംവിധായകൻ. ഈ ചലച്ചിത്രം ഇരുള ഭാഷയിലാണ്. അടുത്ത ചോദ്യം: ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഉത്തരം ഗബ്രിയേൽ അറ്റാൽ. ഗബ്രിയേൽ അറ്റാലാണ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി. ഇതൊക്കെ PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം: 2021 സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായതാര്? ഉത്തരം PR കുമാര കേരളവർമ്മ. 2021 സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി പുരസ്കാരമാണ്. പക്ഷേ ഇത് പ്രഖ്യാപിച്ചത് 2024 ജനുവരിയിലാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ ഉൾപ്പെടുത്തിയത്. ഉത്തരം PR കുമാര കേരളവർമ്മയ്ക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, എല്ലാവരും ഒന്ന് ഓർത്തു വയ്ക്കുക. കൂടാതെ ഇതിനോടൊപ്പം പഠിച്ചു പോകുക. സ്വാതി സംഗീത പുരസ്കാരം ആദ്യം ലഭിച്ചത് ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ്. 1997 ആദ്യത്തെ സ്വാതി സംഗീത പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ചോദിക്കുകയാണെങ്കിൽ DK പട്ടമ്മാൾ. വർഷം 1999. അടുത്ത ചോദ്യം: സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേരെന്ത്? സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി. ഓർമ്മത്തോണി പദ്ധതി. ഡിമെൻഷ്യ എന്നാൽ മറവി രോഗമാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഏത്? ഉത്തരം ഓസ്ട്രേലിയയിലുള്ള ഡീക്കിൻ സർവകലാശാലയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ക്യാമ്പസ് ആരംഭിക്കുന്ന വിദേശ സർവകലാശാല. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ 1 കോടി വീടുകളിൽ മേൽക്കൂരകളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ജനുവരിയിൽ ആരംഭിച്ച പദ്ധതി?
പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി. അടുത്ത ചോദ്യം, 2024 മരണാനന്തരം പത്മഭൂഷൺ ബഹുമതിക്കർഹയായ മലയാളി വനിത. ജസ്റ്റിസ് ഫാത്തിമ ബീവി. അടുത്ത ചോദ്യം, 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച 60ാമത് PSLV ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഉത്തരം എക്സ്പോസാറ്റ്. ഇത് അയച്ച വാഹനമാണ് PSLV C-58. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2024 ജനുവരി 1 ഡേറ്റ് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, 2024 വീശിയ 2 ചുഴലിക്കാറ്റാണ് നമ്മൾ നോക്കുന്നത്. ഇഷ, ജോസ്ലിൻ. ഈ ചുഴലിക്കാറ്റുകൾ ഏത് രാജ്യത്താണ് വീശിയത് എന്നാണ് ചോദ്യം. ഉത്തരം ഇംഗ്ലണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭ ഏത്? ഉത്തരം കൊട്ടാരക്കര നഗരസഭയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത്. അടുത്ത ചോദ്യം, രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം. രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം. ഉത്തരം കൊച്ചി. അടുത്ത ചോദ്യം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അറിയുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ്. ഉത്തരം കൈറ്റ് ഉത്സവം. കൈറ്റ് ഉത്സവമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് കൈറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. അടുത്ത ചോദ്യം, അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ എന്തിനമാണ്? ഉത്തരം ചിത്രശലഭമാണ്. മേഘമല വെള്ളിവരയൻ ചിത്രശലഭമാണ്. ഇത് PSC ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്. ആരുടെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്? നടൻ ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. കൂടാതെ ഓർത്തു വയ്ക്കുക, ഇന്ദ്രൻസും ഷംസുദ്ദീൻ കുട്ടത്തും ചേർന്ന് രചിച്ച ഇന്ദ്രൻസിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകമാണ് സൂചിയും നൂലും. അടുത്ത ചോദ്യം, 2023-24 വർഷത്തെ MK സാനു പുരസ്കാരം ലഭിച്ചതാർക്ക്? MT വാസുദേവൻ നായർക്കാണ് MK സാനു പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ദുരന്തമുഖങ്ങളിൽ പെട്ടുപോകുന്ന ബധിരരും മൂകരുമായവരുമായി ആശയവിനിമയം നടത്തുന്നതിന് രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകുന്നതിനായി കേരള ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം പ്രാപ്യം. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ദുരന്തമുഖങ്ങളിൽ പെട്ടുപോകുന്ന ബധിരരും മൂകരുമായി ആശയവിനിമയം നടത്തുന്നതിന് രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകുന്നതിനായി കേരള ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച പദ്ധതി പ്രാപ്യം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണനാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്നതിനാണ് അവാർഡ് ലഭിച്ചത്. 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവിനെ കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അംബികാസുധൻ മങ്ങാടിനാണ്. അദ്ദേഹത്തിൻ്റെ പ്രാണവായു എന്ന കൃതിക്കാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം, ട്രിപ്പ് അഡ്വൈസറിൻ്റെ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതേത്? ദുബായ്. അടുത്ത ചോദ്യം, ആരുടെ ജന്മദിനമാണ് പരാക്രം ദിവസ് ആയി ഇന്ത്യയിൽ ആചരിക്കുന്നത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇദ്ദേഹം 1897 ജനുവരി 23 ജനിച്ചത്. അതുകൊണ്ടാണ് ജനുവരി 23 പരാക്രം ദിവസായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശഭരണ സ്ഥാപനം? ഉത്തരം എലിക്കുളം പഞ്ചായത്ത്, കോട്ടയം ജില്ലയിലാണ്. ഇവിടെ ഉപയോഗിച്ച റോബോട്ടിൻ്റെ പേരാണ് എലീന. അതായത് പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശഭരണ സ്ഥാപനമാണ് എലിക്കുളം പഞ്ചായത്ത്, കോട്ടയം ജില്ല. നിയമിച്ച റോബോട്ടിൻ്റെ പേരാണ് എലീന. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം നിലവിൽ വന്ന നഗരം? ഉത്തരം വാരണാസി. സ്വർവേദ് മഹാമന്ദിർ എന്നാണ് പേര്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം നിലവിൽ വന്ന നഗരം വാരണാസി. അടുത്ത ചോദ്യം,
2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരത്തിന് അർഹനായതാര്? ഉത്തരം പുനലൂർ സോമരാജൻ. ഇത് രണ്ടാമത്തെ പുരസ്കാരമാണ്. പ്രഥമ പുരസ്കാരം നൽകിയത് 2023 അത് ലഭിച്ചത് ഗോകുലം ഗോപാലനാണ്. അടുത്ത ചോദ്യം, ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി 2024 വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഉത്തരം ഷെയ്ഖ് ഹസീന. കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്